വിവാദ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയും മതനിന്ദാ പരാതിയും അറിയില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നൂറുകണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, എല്ലാം എനിക്ക് ഓർത്തുവെക്കാനാകുമോ എന്നും ചെന്നിത്തല കൊച്ചിയിൽ പ്രതികരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓരോ ഇൻഡിവിജ്വൽ കേസും ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലെ, എനിക്കറിയാൻ പാടില്ലാത്ത ഞാൻ കേരളത്തിൽ നൂറുകണക്കിന് കേസുകൾ ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യും. നിങ്ങളങ്ങനെ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പർട്ടിക്കുലർ കേസ് പരിശോധിച്ചിട്ട് പറയാം. യെസ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പാവം ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിനൊന്നും അറിയില്ല. പത്തനംതിട്ടയിലെ ഈ വിവാദ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ചെയ്തികൾ, ഇക്കാര്യം ഞാൻ നേരിട്ട് ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവത്തോൺ നടത്തിയ സമയത്ത് ഇതേക്കുറിച്ച് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിളിക്കും, PCR നിന്ന് വിളിക്കും, താങ്കൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചതാണ്. അദ്ദേഹത്തിനും കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. പക്ഷേ ബിനു വാഴമുട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ പർട്ടിക്കുലർ കേസ് പരിഗണിക്കാം, അല്ല പരിശോധിക്കാം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലേ? അതിൽ ആശ്വസിക്കാം. മിഥുൻ, തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ ഒരു കേസ് പെടണമെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം, മാനദണ്ഡം എന്നുള്ളതാണ് നമ്മളിപ്പോൾ വീണ്ടും ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PCR നിന്നും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഈ വിഷയം ധരിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ ഇതേ ചോദ്യം തന്നെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചു. ഇന്ന് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും ഞാനടക്കം ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം മുൻപെന്താണോ പ്രതികരിച്ചിരുന്നത് അതേ പ്രതികരണം തന്നെയാണ് രമേശ് ചെന്നിത്തല ആവർത്തിച്ചിരിക്കുന്നത്. തനിക്ക് ഒന്നും അറിയില്ല ഇക്കാര്യത്തിൽ, ഈ എപ്പിക്കായിട്ടുള്ള ഈ ഒരൊറ്റ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം പറയാമെന്നുള്ളതാണ്. എത്ര ദിവസവും എത്ര സമയവും എന്തെല്ലാം സംഭവങ്ങളും ഇനി ഉണ്ടായാലാണ് ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധ ഈ കേസിൽ പതിയുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. നിരവധിയായിട്ടുള്ള പരാതികൾ വരുന്നു. ഇരകളായിട്ടുള്ളവരുടെ പുറത്തു വന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പാസ്റ്റർക്കെതിരെയും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനെതിരെയും ഉയർന്നു വരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള തിരസ്കരണങ്ങളെല്ലാം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതീവ ശക്തമായി ഇക്കാര്യം ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. നൂറുകണക്കിന് കേസുകൾ ഒരു ദിവസം വരുമ്പോൾ ഞാൻ എല്ലാം എനിക്ക് ഓർത്തിരിക്കാനാകുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മുൻ ഭരണകാലത്തുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണമായി പോയി രമേശ് ചെന്നിത്തലയുടേത് ഇന്നുണ്ടായത് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നു. അത്തരത്തിലാണ് ഈ വിഷയത്തിൽ ഒന്നും അറിയില്ല എന്നുള്ളൊരു വിമർശനം, ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒന്നും അറിയാത്തതല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളടക്കം പലപ്പോഴായി ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള ഈ സ്ഥാപനവും അതുപോലെ തന്നെ അതിൻ്റെ മറപറ്റി നടന്നിട്ടുള്ള ബാലപീഡനങ്ങളും മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും എല്ലാം ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കെ അതിൽ ശ്രദ്ധ പതിയാത്തത് തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ ബിനു വാഴമുട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാരിനെ നിലനിർത്തുന്ന കേന്ദ്രങ്ങളും മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളെ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, വിവാദ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെയുള്ള പീഡന പരാതിയും മതനിന്ദ പരാതിയും അറിയില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നൂറുകണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, എല്ലാം എനിക്ക് ഓർത്തുവെക്കാനാകുമോ എന്നും ചെന്നിത്തല കൊച്ചിയിൽ പ്രതികരിച്ചു. മിഥുൻ അയ്യപ്പനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.